വൈകിട്ട് 5 മണിയായപ്പോൾ കുളിച്ച് റെഡിയായി മടത്തിൽ നിന്ന് ഇന്നൊരു വെറൈറ്റിക്ക് വൈകിട്ട് 5 മണി തൊട്ട് അടുത്ത ദിവസം 12 മണി വരെയുള്ള വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അമ്പലത്തിൽ ഇന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് അമ്മ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ നടയൊക്കെ ഞാൻ തന്നെ തുറക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് കൃത്യം 5:30 ആയപ്പോൾ തന്നെ നട തുറക്കാൻ കയറി. നടയെല്ലാം തുറന്നു കഴിഞ്ഞ് കറക്റ്റ് 6:30 ആയപ്പോൾ എവിടെ നിന്നും അറിയാത്ത ഒരു മഴ വന്നു കേട്ടോ. 8 മണിക്കുള്ള അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചപ്പോൾ മഴ പെയ്തെന്ന് പോലും അറിയാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് മടത്തിൽ നിന്ന് ഡ്രസ്സ് മാറി നേരെ ഇറങ്ങി കേട്ടോ. എന്റെ വണ്ടി പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ടുപോയി ജിഷ്ണു കേട്ടോ വന്നത്. അങ്ങനെ പോകുന്ന വഴി പമ്പിൽ കയറി പെട്രോൾ അടിച്ച് നേരെ നമ്മൾ മാനവി എത്തി. ഇവിടെ വന്നപ്പോൾ ഡെഡ് ഹാൻഡ് ചലഞ്ച് കണ്ടപ്പോൾ ഞാൻ വലിഞ്ഞ് കയറി കേട്ടോ. കാണുന്ന പോലെ അത്ര നിസ്സാരമല്ല, ഇത് കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് കയറിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ. ഞാൻ കുറെ നിന്ന് വേറെ ഇതിന്റെ മെയിൻ റൂൾ എന്ന് പറയുന്നത് 150 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തണം കേട്ടോ. പക്ഷെ ഞാൻ കറക്റ്റ് 85 സെക്കൻഡ് ആയപ്പോൾ തന്നെ എന്റെ കൈ വിട്ടു. അത് കഴിഞ്ഞ് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കേക്ക് മുറിയാട്ടോ നടക്കുന്നത്. ഫ്രണ്ട് കുറച്ച് ഇമോഷണൽ ഒക്കെ ആയി പോയാണ്. അതല്ലെങ്കിൽ അങ്ങനെ വരുള്ളൂ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആരെല്ലാം ഇമോഷണൽ ആയി പോകും. ഞാനെല്ലാം ഇമോഷണൽ ആയി പോകും. നിങ്ങൾ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ ഉച്ചപൂജയും കഴിഞ്ഞ് അടച്ച് ഞാനങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ മടത്തി പോവാന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചത്. കുറച്ച് പേര് എൻ്റെ അടുത്ത് എപ്പോഴും സംശയമാണ്, തിരുമേനി ഭയങ്കര പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, എന്തെങ്കിലും പരിഹാരമുണ്ടോ, പൂജകളുണ്ടോ? ഈ പറയുന്ന ആൾക്കാരിൽ പകുതി കൂടുതൽ ആൾക്കാരും പുറത്തൊക്കെ പോയി ഓരോ ജ്യോത്സ്യങ്ങളും അതും ഇതും നോക്കിയിട്ടാണ് വരുന്നത്. ആരെയും കണ്ണീര് പാറ്റിടാൻ നോക്കുന്നതല്ല. ഒരൊറ്റ കാര്യം പറയാം, നമ്മൾ എന്ത് പ്രശ്നവും ഈ പറയുന്ന ആൾക്കാരുടെ പ്രശ്നം മെയിനായിട്ട് ഈ ജ്യോത്സ്യം നോക്കുന്നതും അല്ലെങ്കിൽ പരിഹാര പൂജകൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരും മെയിൻ പ്രശ്നം തുടങ്ങുന്നത് നമ്മളത് അറിയുമ്പോഴാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, താൻ അറിയുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം തുടങ്ങുന്നത്. ഈ പറയുന്ന ആൾക്കാരെല്ലാം ഒരുമാതിരിപ്പെട്ട സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും അമ്പലത്തിൽ വന്നതൊക്കെ അമ്പലത്തിലാവട്ടെ അല്ലെങ്കിൽ ജോലിസിനെ കണ്ടാവട്ടെ എവിടെയെങ്കിലും കണ്ട് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ നിരന്തരം അനുഭവിച്ചിടാൻ പോവാം. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ. പൂജ കഴിച്ചിട്ടോ കുമ്പിട്ട് തൊഴുതിട്ടോ ഒരു കാര്യമില്ല. എന്നെ അറിയാമെന്നുള്ളവരടുത്ത് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അന്ധവിശ്വാസവും വിശ്വാസവും ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല. വിശ്വാസം സ്വയം തോന്നേണ്ട കാര്യമാണ്. അന്ധവിശ്വാസം ഞാൻ പ്രോത്സാഹിപ്പിക്കാറേ ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് കഴിഞ്ഞ് നേരെ മഠത്തിലോട്ടം ഇറങ്ങി കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ 1 മാസത്തെ കുടിച്ചു തീർത്ത കുപ്പിയുടെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. സാധാരണ 20 രൂപയുടെ മിനറൽ വാട്ടർ ആട്ടോ. ഇവിടെ അടുത്തൊരു അമ്മ പ്ലാസ്റ്റിക് കുപ്പി എടുക്കാൻ വരും. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നേരെ കടയിലോട്ടങ്ങ് പോയി. അത് കഴിഞ്ഞ് സാധനമൊക്കെ മേടിച്ച് നേരെ മടത്തി വന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത് എന്ത് പറ്റി. വേറെ ഒന്നൊരു സുഹൃത്തുക്കളെ, ഞാനൊന്ന് താടി ഷേവ് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ചും കൂടി പ്രായം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പൊ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.